السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدرس التسعين من سلسلة فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിനുള്ള പോഴയുടെ 90ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം നിരന്തരമായ 89 ക്ലാസുകൾ, തുടർച്ചയായ 89 ക്ലാസുകൾ നിരന്തരമായ പഠനത്തിന്റെ ഫലമായി പൂർത്തീകരിച്ചു. ഇടയിൽ കുറച്ച് പരീക്ഷയും അതുപോലെ റിവിഷൻ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആഴ്ചകൾ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ പാഠം 89 അല്ലെങ്കിൽ 89 സെഷനാണ് കഴിഞ്ഞത്. 89 ക്ലാസ്സുകളാണ് കഴിഞ്ഞു പോയത്. 90ാമത്തെ ക്ലാസ്. 89 ക്ലാസ് കഴിയുമ്പോൾ ഒരു പേജിലെ 102 പദങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 80% പദങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ല, അതിൽ കൂടുതലാണ് നിങ്ങളുടെ ഗ്രാഫ് കാണിക്കുന്നത്. 77,500 പദങ്ങളുടെ ഖുർആനിക പദങ്ങളിൽ 62,000 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ പഠന രീതി 80 ക്ലാസ് 104 ക്ലാസ് കഴിയുമ്പോഴാണ് 80% പൂർത്തീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ 89ാമത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ 62,000 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിലധികമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ടാർഗറ്റ് എപ്പോഴും കണക്കിന്റെ എണ്ണം, കണക്കുകൾ കുറച്ചാണ് പറയുന്നത്. പറയുന്ന കണക്കുകൾ അത്യുക്തിയൊന്നുമില്ലാതെ ശരിയായ കണക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്നും, ഉമ്മയിൽ നിന്നും, ഉപ്പയിൽ നിന്നും, സഹധർമ്മിണിയിൽ നിന്നും ഓടിയകലുന്ന ദിവസം, അഥവാ ജീവിത പങ്കാളിയിൽ നിന്ന് പോലും ഓടിയകലുന്ന ദിവസം, തൻ്റെ മക്കളിൽ നിന്നും ഓടി അകലുന്ന ദിവസം. ബനീഹി എന്ന് പറഞ്ഞു. സാഹിബത്തിഹി വ ബനീഹി. ബനീഹി തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ പറയാം? ബനീഹി കഴിഞ്ഞ പ്രാവശ്യം വെച്ചുണ്ടാക്കിയവരൊക്കെ പോയോ? ബനീഹി എന്താ അർത്ഥം? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നവര് പറയാത്താണോ? കേൾക്കണ്ടല്ലോ. കേൾക്കുന്നുണ്ടെ പറയൂ, ഉത്തരം പറയൂ. അവന്റെ മക്കൾ. അവന്റെ മക്കൾ. കല്ലെന്ന് എവിടെ നീട്ടി? ബഹുവചനം. അപ്പൊ പിരിച്ചാൽ എങ്ങനെ ഇരിക്കും? ബനീഹി പിരിച്ചാൽ എങ്ങനെ ഇരിക്കും? മക്കളുടെ ഏകവചനം എന്താണ്? മക്കൾ എന്നതിന്റെ ഏകവചനം അല്ലെങ്കിൽ മകന്. ഇബനിന്റെ ബഹുവചനം എന്താ? അബ്നാവ്. വേറൊരു ബഹുവചനം
അബ്നാൻ ബിനുൻ അബ്നാ വേറെ ബഹുവചനം വല്ലതും ഉണ്ടോ? ഔലാദുന അവലാതെങ്ങനെയാവുക? ഔലാദുനല്ലല്ല. പഠിച്ചു പഠിച്ച് എങ്ങോട്ടാ പോകുന്നത്? ഉസ്താദ് പുസ്തകം തുറന്നിട്ട് ഒരു മാസം കൂടെ. അതാ കുഴപ്പം, അതാണ് കുഴപ്പം. ഉസ്താദെ നമ്മള് ഒട്ടും സമയം നമ്മള് ക്ലാസ് എടുക്കാതിരുന്നപ്പോ എല്ലാരും വിചാരിച്ചു ഓ സന്തോഷമായി. ആരും ചോദിക്കുന്നില്ല ക്ലാസ്സിൽ എന്താ എടുക്കാത്തത്. അല്ലോ ഞാൻ ചോദിച്ചു. ഒരാള് ചോദിച്ചു. ആ ഞാൻ ചോദിച്ചു പഠിക്കാൻ മടിയായതിന്റെ പേരില് ചോദിക്കണേ. ക്ലാസ് ഉണ്ടെങ്കിൽ നന്നായി പഠിക്കും, ഇല്ലെങ്കിൽ പഠിക്കില്ല. ഇബിനിന്റെ ബഹുവചനം പറയും. സൂറത്തുൽ മസദിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അബീ ലഹബ്, അബൂ ലഹബ് അല്ലല്ലോ, വേറെ എവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇബിനിന്റെ ബഹുവചനം. ഇബിന് രണ്ട് ബഹുവചനമുണ്ട്, ഒന്ന് അബന, മറ്റൊന്ന് ബനൂൻ. അവിടെ നിന്നാണ് ബനു ഇസ്രായേലൊക്കെ ഉണ്ടായത്. ഓക്കെ. ലാ യൻഫഉ മാലും വലാ ബനൂൻ. ബനൂൻ ബനൂൻ ഇബ്നുൻ ബനൂൻ. ബനൂനെ വേറെ ഒന്നിലേക്ക് ചേർക്കുമ്പോൾ ഊന പോകും. വേറെ ഒന്നിലേക്ക് ചേർക്കുമ്പോൾ ഊന പോകും. അങ്ങനെയാണെങ്കിൽ ബനൂനയെ ഹുവയിലേക്ക് ചേർക്കുമ്പോൾ എന്തായി? ബനൂഹു. ബനൂഹു തന്നെ. സാഹിബത്തിന് കെസ്റ് വന്നുകൊണ്ട് അതിന്റെ ശേഷം വരുന്നതിനും കെസ്റ് വരും. വ ഉമ്മിഹി, ഉമ്മിന് കെസ്റ് എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. മിൻ വന്നുകൊണ്ട് അഖന് കെസ്റ് വന്നു. പിന്നെ ഉമ്മിന് കെസ്റ് വന്നു, അബിന് കെസ്റ് വന്നു, സാഹിബത്തിന് കെസ്റ് വന്നു, ബനിന്. അപ്പൊ ബനൂന് കെസ്റ് വരുമ്പോ എന്തായി? ബനൂന് കെസ്റ് വരുമ്പം ബനീന എന്നാവും. ബനീന 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 എന്തായി? ഹുവയിലേക്ക് ചേർത്തപ്പോ എന്തായി? കിതാബുഹു പറഞ്ഞപ്പോ ബനൂഹു, ഇലാ കിതാബിഹി, ഇലാ ബനീഹി. ഓക്കെ. അപ്പോ ബനൂന എന്നതിന് ന പോയിട്ടാണ് വേറെ ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ, സംബന്ധിക വിഭക്തി പ്രകാരം ചേർക്കുമ്പോൾ എന്തായി? ന പോകും. പിന്നെ ഊനയെ കെസ്റ് വരുമ്പോ ഈനയാവും. സാഹിബത്തിഹി കെസ്റായതുകൊണ്ട് വാ ചേർക്കുമ്പോ ബനീഹി എന്നാണ് വരിക, ബനി എന്നാണ് വരിക. അതിനോട് ഹുവ ചേർത്തപ്പോഴാണ് ഹി വന്നത്, ബനീഹി. ഓക്കെ. ഇവരിൽ നിന്നെല്ലാം വിരണ്ടോടുന്ന ദിവസം. എഫെറുവിന്റെ അർത്ഥം എന്താണ്? എഫെറു ഈ സ്റ്റുഡിയോയിൽ ഫുള്ള് ലൈറ്റ് ഇട്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറയുന്നതിന് ഭയങ്കര ചൂടാണ് കേട്ടോ. വേഗം പറയും. ചൂടിനകത്ത് ഇത്രയും എന്റെ മുഖം കാണണമെങ്കിൽ ഒരുപാട് ലൈറ്റ് വേണം. മുന്നിൽ ലൈറ്റ്, വലതുവശത്ത് ലൈറ്റ്, മുകളിൽ ലൈറ്റ്, സൈഡിൽ ലൈറ്റ് ഒക്കെ. വേഗം പറയും. എഫിറു എന്താ അർത്ഥം? അതിന്റെ മാവി എന്താണ്? മാഹിയൽ മാഹിയ മാവിഹി. എഫിറു. അപ്പൊ നമ്മൾ ലന്ന ഗ്രൂപ്പിൽ അത് എഴുതി വെക്കേണ്ടതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണോ അത്? ലന്ന യദുന്നു എന്നാണ് വരുന്നത്. ഇവിടെ ഫറ യഫിറു ആണ്. ഫറ യഫിറു, ലന്ന യദുന്നു. അതേപോലെ ദല്ല യദില്ലു, ഫറ യഫിറു. അപ്പൊ ദല്ല യദില്ലുവിന്റെ പോലെയാണ് ഫറ യഫിറു. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة.
ഏതൊക്കെ വാക്കാണ് നമുക്ക് പരിചയമുള്ളത്? പുല്ല്, ഇമ്ര പഠിച്ചോ? ഇമ്രി പഠിച്ചായിരുന്നു. അമ്ര ഹാജി. അമ്രൊന്നും അല്ല. അമ്രാനെ പിന്നെ യാന് ശേഷമുള്ള യാന്റെ അക്ഷരമായ രൂപം എങ്ങനെ വന്നു? അങ്ങനെയാണ് നോക്കേണ്ടത്. നമ്മള് മറഅത്ത് പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്രഉൻ എന്നാണ് അതിന്റെ ശരിയായ രൂപം. ഇമ്രഉൻ കേട്ടാ, എഴുതിയിട്ടില്ല. ഇമ്രഉൻ എന്നതാണ്, ലമ്മ വരുന്നതാണ് അതിന്റെ അടിസ്ഥാന രൂപം. ഓക്കെ, അപ്പൊ ലമ്മിടുമ്പോ ഇമ്രഉൻ, റാഇന് ലമ്മ്, പിന്നീട് വാവിന്റെ മുകളിലാണ് ഹംസ ഇടുക. ഇമ്രഉൻ. അല്ലാഹു തആല വഇൻ ഇമ്രഉൻ ഹലക ലൈസ ലഹു വലദുൻ ഫീ സൂറത്തി നിസാ. സൂറത്ത് നിസായിലല്ലേ? എന്താണ് നിങ്ങള് വേറെ എവിടെയെങ്കിലും കേട്ടിരിക്കുകയാണോ? എന്റെ ക്ലാസ് തന്നെയാണ് കേൾക്കുന്നത്? ഞാൻ ഒരു വാക്ക് പറയുമ്പോ അതിന്റെ അടിസ്ഥാന അക്ഷരങ്ങൾ നോക്കണം നിങ്ങള്. മറൂല് 2 റായുണ്ട്. മറു എന്ന് പറയുമ്പോ 2 റായുണ്ട്. ഇമ്രയിൽ എത്ര റായുണ്ട്? ആ, തീർന്നില്ലേ? അപ്പൊ നമ്മള് റമദാനിൽ നിങ്ങൾ എന്താ ചെയ്തത്? എല്ലാവർക്കും പെനാൽറ്റി തരേണ്ടതാ. നമ്മൾ ഓരോ വാക്കുകൾ എടുത്ത് ആ വാക്കുകൾ വിശകലനം ചെയ്ത് പഠിക്കുകയാണ് റമദാൻ ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും പേജുകൾ വായിച്ചു, ഭയങ്കര ക്ഷീണമായിരുന്നു. ചൂടൊന്നും പഠിക്കാൻ പറ്റില്ല. തളർച്ചയും ക്ഷീണൊക്കെ ആയിട്ട്. തളർച്ചയും ക്ഷീണത്തിനും ഭക്ഷണം കുറച്ച് കഴിക്കാനല്ലേ പറഞ്ഞത്? ഒട്ടും കഴിക്കാൻ പറ്റില്ല. വെള്ളം കുടിച്ചിട്ടായിരിക്കും ഭക്ഷണം കഴിക്കാണ്ടാവും. വെള്ളം കുറച്ചേ കുടിക്കാവൂ. വെള്ളം ഓവറായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഉസ്താദിനോട് ചോദിച്ചാൽ മതി. ഉസ്താദ് ഇപ്പൊ ഡോക്ടറാണ്. ഉസ്താദ് ഡോക്ടറെ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ വയ്യാഞ്ഞിട്ടായിരുന്നോ? ഉസ്താദ് ഡോക്ടറിന്റെ അടുത്ത് പോയതല്ല, ഡോക്ടറിന്റെ അടുത്ത് പോണല്ലോ, അത് വേറെ കാര്യം. ഹോസ്പിറ്റലിൽ പോയതാ? ഉസ്താദ് ഡോക്ടറാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് നോക്കില്ല ക്ഷീണം തളർച്ച ഉണ്ടായെങ്കിൽ അത് ഫുഡ് കൂടുതൽ കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കുടിച്ചിട്ടാണ്. വെള്ളം കൂടുതൽ കുടിച്ചത്, ഫുഡ് വെള്ളം കൂടുതൽ കുടിക്കണ്ട. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ക്ഷീണമുള്ളപ്പോൾ വിശ്രമിക്കുക, വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഇത്രയും ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. പറ്റണ്ടായിരുന്നില്ല റമദാനില് പഠിക്കാനോ. എല്ലാ ദിവസവും വന്നിരിക്കും, അതുപോലെ തന്നെ എടുത്തു. ഒന്നും പഠിച്ചിട്ടില്ല. ഇമ്രഉൻ എന്ന് പറഞ്ഞത് കേട്ടായിരുന്നോ? പിന്നെ നിങ്ങൾ എങ്ങനെ മറയിലേക്ക് എത്തിയത്? ഇമ്രഉൻ എന്നതാണ് ഇമ്രിഇൻ എന്ന് കാണുന്നതിന്റെ ഒറിജിനൽ രൂപം. ലമ്മുള്ളതാണ് ഇമ്രുഉൻ. ഇമ്രഉൻ എന്ന് പറയാൻ അവസാനത്തേനാണ് യഥാർത്ഥ ലം വരുന്നത്. പറയുന്ന മുഴുവൻ കേൾക്കുക. ലമ്മ തൻമീൻ പ്രസക്തമാകുന്നത് അവസാനത്തെ അക്ഷരത്തിനാണ്. ഇമ്രഉൻ എന്ന് പറയുന്നിടത്ത് അവസാനത്തേതിന് ലമ്മ തൻമീൻ വരുമ്പോൾ ഇമ്രഇന്റെ റാഇനും ലമ്മായിരിക്കും. അവസാനത്തേന് കെസ്ർ വരുമ്പോൾ റാഇന് കെസ്ർ കൊടുക്കണം. അവസാനത്തിന് കെസ്ർ വരുമ്പോൾ റാഇന് കെസ്ർ കൊടുക്കണം. ഉദാഹരണം ഇവിടെ ലികുല്ലി ഇംരിഇൻ ലം വരുമ്പോൾ ഇമ്രഉൻ. അതാണ് ഇമ്രഉൻ ഇംരിഇൻ എന്ന് പറഞ്ഞ സംഭവം. ഇമ്ര എന്നും വന്നിട്ടുണ്ട്. ഇമ്ര റാഇന് ഫത്തഹ് വരും. എപ്പോഴേ? അവസാനത്തിന് ഫത്തഹ് വരുമ്പോൾ റാഇന് ഫത്തഹ് വരും. ആരെങ്കിലും ആ വാക്ക് ഓർക്കുന്നുണ്ടോ? റമദാനിൽ പെരുത്ത് വായിച്ചില്ലേ നമ്മള്? ഖാല അല്ലാഹു തആല
യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക്കി. ബാക്കി എന്താ? മാ കാന അബൂക്കി അബൂക്ക് ഇംബ്രഇ സൗഇൻ. ഇമ്രി എന്നായ റായിന് എങ്ങനെ കസർ വന്നു? സൂറത്ത് മറിയമിലുള്ളതല്ലേ? മറിയമിലുള്ളത് തന്നെ. ഇമ്രി എന്നിങ്ങനെ വന്നു. മാ കാന അബൂക്കി ഇംറഅ സൗഇൻ. കേട്ടോ, കാനയുടെ രണ്ടാം പാർട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? കാനയുടെ സെക്കൻഡ് പാർട്ട് ഇംറഅ. അപ്പൊ മാ കാന അബൂക്കി ഇംറഅ സൗഇൻ. ഇവിടെ ലികുല്ലി ഇംരിഇൻ. എല്ലാ ഉദാഹരണവും ഈ വീഡിയോ രണ്ടാമത് കേട്ടിട്ട് എഴുതി വെക്കണം കേട്ടോ. അല്ലാഹു തആല ഫീ സൂറത്തി മറിയം ഫീ സൂറത്തി നിസാഇ വഇൻ ഇംറുഉൻ ഹലക ലൈസ ലഹു വലദുൻ വഇൻ ഇംറുഉൻ ഹലക. അപ്പൊ എന്താണ്? ലമ്മുള്ളതാണ്. അപ്പോ അവസാനത്തിൽ ലമ്മ് വന്നപ്പോൾ റായിന് ലമ്മ് വന്നു. വഖാല അല്ലാഹു തആല ഫീ ഹാദിഹി സൂറത്തി ഐ ഫീ സൂറത്തി അബസ് ലികുല്ലി ഇംരിഇൻ. അപ്പൊ ലീ വന്നതുകൊണ്ട് കുല്ലിന് ശേഷം ഇമ്രി വന്നതുകൊണ്ട് അവസാനത്തിന് കെസർ കൊടുക്കണം. അപ്പോ ഇംറിഇൻ എന്ന് കെസർ വന്നപ്പോഴത്തേക്ക് എന്തായി? റായിനും കെസർ കൊടുത്തു. അതേപോലെ വഖാല തആല ഫീ സൂറത്തി മറിയം യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക്കി ഇംറഅ സൗഇൻ. മാ കാന അബൂക്കി ഇംറഅ സൗഇൻ. അപ്പൊ ഇംറഅ എന്നത് കാനയുടെ രണ്ടാം പാർട്ട് ആയതുകൊണ്ട് ഇംറഅന് അവസാനം ഫത്തഹ കൊടുക്കണം. അതുകൊണ്ട് അവസാനം ഫത്തഹ വന്നപ്പോ റായിനും ഫത്തഹ വന്നു. പറയും. നേരത്തെ അല്ല, ഇതുവരെ പറഞ്ഞ ഇനി ഒന്നുകൂടെ ഇനി ഒന്നുകൂടെ കേട്ടതും വീഡിയോ രണ്ടാമത് കേട്ടാ മതി. ആ ഇംറഉൻ എന്നതാണ് യഥാർത്ഥ രൂപം. അവസാനം ലമ്മ വരികയാണെങ്കിൽ റായിന് ലമ്മ കൊടുക്കണം. അവസാനം കസ്ർ വരികയാണെങ്കിൽ റായിന് കസ്ർ കൊടുക്കണം. അവസാനം ഫത്തഹ വരികയാണെങ്കിൽ റായിന് ഫത്തഹ വരണം. കമാ ഖാല അല്ലാഹു തആല ഫീ സൂറത്തി നിസാഇ വഇൻ ഇംറുഉൻ ഹലക വഫീ സൂറത്തി അബസ് ലികുല്ലി ഇംരിഇൻ മിൻഹും വഫീ സൂറത്തി മറിയം യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക്കി ഇംറഅ സൗഇൻ. ഇതൊന്നും തീരെ നോക്കാത്തതിനോണ്ട് ഓർമ്മല്ല ഒന്നും. തീരെ നോക്കാത്തത് കൊണ്ട്, അതായത് നമ്മൾ പെരുത്തിങ്ങനെ ഓതി പോകുന്നതാണ്. നമ്മൾ നോക്കി ആശയം മനസ്സിലാക്കി വാക്കേതാണെന്ന് മനസ്സിലാക്കണം. ഈ വാക്കേതാണെന്ന് മനസ്സിലാക്കിയാൽ ഇതിന്റെ കൂടെ അൽ വന്നപ്പോഴാണ് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അൽ വന്നപ്പോഴാണ് അൽ മർഅത്ത് വന്നത്. അൽ മർഉ എന്ന് വന്നത്. അൽ മർഉ എന്ന് വന്നത്. വൽ മർഉ അൽ വന്നാൽ ഇമ്രഇന് പകരം മർഉ വരും. ഇനി ഇമ്രഇന്റെ സ്ത്രീലിംഗമാണെന്ത്? ഇമ്രഅത്തുൻ. അതാണ് ഇമ്രഅത ലൂത്ത്, ഇമ്രഅത ഫിർഔൻ, ഇമ്രഅത എന്താ ഇവിടെ സൂറത്തുൽ അഹ്സാബിലും വന്നില്ലേ? ഇമ്രഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അപ്പൊ ഇവിടെ ആ ഹംസിന്റെ പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. കാരണം എന്താണ്? അവിടെ സ്ത്രീലിംഗത്തിന്റെ താ ഉള്ളതുകൊണ്ട് സ്ത്രീലിംഗത്തിന്റെ തായിലാണ് എല്ലാ അടയാളം വരുന്നത്. ഇവിടെ കെസർ വരുന്ന ഇവിടെ ഹംസ് വരുന്നിടത്താണ് ഹംസിന് തൊട്ട് മുമ്പുള്ള അടയാളത്തിന് വ്യത്യാസം വരുന്നത്. ലികുല്ലിംരിഇൻ അപ്പൊ മനുഷ്യനാണ്. ലികുല്ലിംരിഇൻ എല്ലാ മനുഷ്യനും ഉണ്ട്. മിൻഹും അവരിൽ നിന്നുള്ള. അപ്പൊ നമുക്കറിയുന്നതാണ്. കാരണം ഇംറഅത്ത് പഠിച്ചു. ഇംറഅത്ത് പഠിക്കുമ്പോൾ അതിന്റെ സ്ത്രീലിംഗം പുല്ലിംഗം എന്താണെന്ന് അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് എടുത്ത് നോക്കുക. അപ്പൊ കുല്ലറിയാം, ഇമ്ര അറിയാം, മീൻഹും അറിയാം, യൗമഇദിൻ അറിയാം, പിന്നെ യുഗ്നീഹി അറിയാം. യുഗ്നീഹി അറിയാമോ? അഗ്ന പ്രയോജനം ചെയ്തു. യുഗ്നി പ്രയോജനം ചെയ്തു. ഉജൂഹൻ അറിയാം. മുഖമാണോ? വജുഹുൻ ജംഉ ഉജൂഹൻ, മുഖങ്ങൾ. വജുഹുൻ ജംഉ ഉജൂഹൻ. വജുഹുൻ ജംഉഹു എന്നാ പറയേണ്ടത്. വജുഹുൻ ജംഉ ഉജൂഹൻ എന്നല്ല, ജംഉഹു അതിന്റെ ജംഉ. ജംഉഹു ഉജൂഹൻ. യൗമഇദിൻ അറിയാം. പിന്നെ ഒരു വാക്ക് മുസ്ഫിറത്തിനാണ്. നേരത്തെ വരിയിലുള്ള ഒരു വാക്ക് ഷഅനിനാണ്. രണ്ട് വാക്കാണ് ഇവിടെ പുതിയതുള്ളത്.
ലാഹിഖത്തിനോടെ പഠിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് സൂറത്തു മുത്തഫിഫീനിൽ പഠിച്ചു നമ്മള്. എന്താ പഠിച്ചേ? മിനല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ. അപ്പൊ യദ്ഹകൂൻ എന്ന് വന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാഹിഖത്തിൽ പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ വായിക്കേണ്ട രീതി വായിച്ചാൽ വേറെ ഒരുപാട് വാക്കുകൾ കിട്ടും. യദ്ഹകൂൻ അവർ ചിരിക്കുന്നു, ലാഹിഖുൻ ചിരിക്കുന്നവൻ, ലാഹിഖത്തുൻ ചിരിക്കുന്നവൾ. ഉജൂഹ് സ്ത്രീലിംഗമായ ഉജൂഹ് ബഹുവചനമായതുകൊണ്ട് ലാഹിഖത്തുൻ എന്ന് പറഞ്ഞു, എന്ന ഏകവചനം ഉപയോഗിച്ചു. സ്ത്രീലിംഗ ഏകവചനം. ലാഹിഖത്തുൻ ചിരിക്കുന്നതാണ്. അപ്പൊ അത് പഠിച്ചു. മുസ്തബിഷിറ അവിടെ ഇരിക്കട്ടെ. മൂന്നാമത്തെ പുതിയ പദം ഷഅ്നുൻ ഒന്നാമത്തേത്, മുസ്ഫിറ രണ്ടാമത്തേത്. സ്ത്രീലിംഗമായതുകൊണ്ട് സ്ത്രീലിംഗ ബഹുവചനമാകുമ്പോ അല്ല ബഹുവചനമാകുമ്പോൾ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷണം പറയും. കാരണം നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? വിശേഷണത്തിന് 4 കാര്യങ്ങൾ യോജിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒരു വ്യത്യാസമുള്ളതാണ് പറഞ്ഞത്. ബഹുവചനമാണെങ്കിൽ അഥവാ ഒറിജിനൽ പുല്ലിംഗമല്ലാത്ത ബഹുവചനമാണെങ്കിൽ, ഒറിജിനൽ പുല്ലിംഗമല്ലാത്ത ബഹുവചനമാണെങ്കിൽ, ഇപ്പൊ റിജാലുൻ ഒറിജിനൽ പുല്ലിംഗമാണ്. അതല്ലാത്ത ബഹുവചനമാണെങ്കിൽ അതിന്റെ വിശേഷണം പറയാൻ സ്ത്രീലിംഗ ഏകവചനം മതി. ഉജൂഹൻ മുഖങ്ങൾ, മുഖങ്ങൾ ലാഹിഖാത്തുൻ എന്ന് പറയണ്ട, മറിച്ച് എന്താ പറഞ്ഞാൽ മതി? ലാഹിഖത്തുൻ എന്ന് പറഞ്ഞാൽ മതി. ചിരിക്കുന്നതെന്ന് ഏകവചനം പറഞ്ഞാൽ മതി, സ്ത്രീലിംഗ ഏകവചനം പറഞ്ഞാൽ മതി. ബഹുവചനമാണെങ്കിൽ ബഹുവചനമായ ഒന്നിന്റെ വിശേഷണം അല്ലെങ്കിൽ ബഹുവചനത്തിന്റെ വിശേഷണം സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷണത്തിന് സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിക്കാം. ഓക്കെ, പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗം ഉപയോഗിക്കാം. വ്യക്തമായ പുല്ലിംഗമാണെങ്കിൽ കേട്ടാ, ഹക്കീക്ക് എന്നാ പറയാ. മുഅന്നസ് ഹക്കീക്ക് എന്ന് പറയും, മുദക്കർ ഹക്കീക്ക്. നമ്മൾ പറയും റിജാൽ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? റിജാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷനാണ്, പുരുഷന്മാരല്ലേ. അപ്പൊ ഉജൂഹ് എന്ന് പറഞ്ഞാൽ പുരുഷനാണോ സ്ത്രീയാണോ നമുക്കറിയില്ലല്ലോ, എന്താണ്? അപ്പൊ അത് വ്യക്തമായ പുല്ലിംഗമല്ല. അതുകൊണ്ട് അതിനെന്ത് ചെയ്യാം? അങ്ങനെയുള്ള ബഹുവചനത്തെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിക്കാം. നേരത്തെ പഠിച്ചിട്ടുണ്ട്, പഴയ പാഠങ്ങൾ കേൾക്കാത്തോണ്ടുള്ള കുഴപ്പമാണ്. നിങ്ങൾ ഒന്നിൽ പഴയ പാഠം കേട്ടിട്ടിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഖുർആനിലെ ഓരോ പദങ്ങളും ചിന്തിച്ച് വായിക്കണമായിരുന്നു. ഇതിന് അലിഹ, അത് ആ വാക്കുകളെല്ലാം അറിയുന്നതാണ്. ഖബറത്തുൻ എന്ന വാക്കാണ് പുതിയ വാക്ക്. തർഹഖുഹ പുതിയ വാക്കാണ്. ഖഫറത്തുൻ പുതിയ വാക്കാണ്. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറത്തു. അൽ കഫറത്ത് പഠിച്ചിട്ടുണ്ടോ? കഫറ നിഷേധിച്ചു. കഫറത്തുൻ അൽ കഫറത്തു. പഠിച്ചില്ലല്ലോ. അൽ ഫജറത്തു അവൻ പഠിച്ചില്ല. പ്രഭാതം അതായത് ഫാജിർ, കഫറയുടെ കർത്താവാണ് കാഫിറുൻ. കഫറയുടെ കർത്താവ് കാഫിറുൻ. അതിന്റെ സ്ത്രീലിംഗം, അതിന്റെ സ്ത്രീലിംഗം അല്ല. കാഫിറിന്റെ സ്ത്രീലിംഗം എന്താ നമ്മൾ പഠിച്ചത്? കാഫിറത്തുൻ. കാഫിറത്തുൻ എന്താ പറഞ്ഞത്? അൽ കഫറത്തു എന്നാണ് പറഞ്ഞത്. അപ്പോ കാഫിറിന്റെ കാഫിറിന് 2 ബഹുവചനമുണ്ട്, അല്ല 3 ബഹുവചനമുണ്ട്. കാഫിറിന്റെ ഒരു ബഹുവചനമാണ് കാഫിറൂന്. രണ്ടാമത്തെ ബഹുവചനമാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് താഴെ. രണ്ടാമത്തെ ബഹുവചനമാണ് കുഫാറുൻ. കുഫാറുൻ. മൂന്നാമത്തെ ബഹുവചനമാണ് കഫറത്തുൻ. ഓക്കെ, കാഫിറിന്റെ ബഹുവചനം കാഫിറൂന് എന്ന് പറയാം, കുഫാറിന് എന്ന് പറയാം, കഫറത്ത് എന്ന് പറയാം. അതേപോലെ തന്നെ ഫാജിറിന്റെ ബഹുവചനം ഫാജിറൂന് എന്ന് പറയാം, ഫുജാറുൻ എന്ന് പറയാം, ഫജറത്തുൻ എന്ന് പറയാം. ഓക്കെ,
ഫജിറുന്നല്ല, ഫജറത്തുൻ. ഇതെല്ലാം ഇത് രണ്ടും എന്താണ്? ആധിക്യത്തിന്റെ ബഹുവചനമാണ്. ഏത്? കുഫാറും കഫറത്തുൻ, ഫുജാറും ഫജറത്തുൻ രണ്ടും എന്താണ്? ആധിക്യത്തിന്റെ ബഹുവചനമാണ്. ആധിക്യത്തിന്റെ എന്ത് ആധിക്യമാണ് ഇവിടെ വരുന്നത്? നിഷേധത്തിന്റെ ആധിക്യമാണ്, എണ്ണത്തിന്റെ ആധിക്യമല്ല. നിഷേധത്തിന്റെ ഡെപ്ത് വർദ്ധിക്കും. അതേപോലെ ഫജറത്ത് തെമ്മാടിത്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. ഇതിനാണ് ഖുർആൻ എവിടെ നിന്ന് വായിക്കുന്നത്? പരിഭാഷയിൽ നിന്ന് വായിക്കുന്നത്. അങ്ങനെയാണോ? ഖുർആൻ പരിഭാഷയിൽ നിന്ന് വായിച്ച തെമ്മാടികൾ, നിഷേധികൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൊടിയ തെമ്മാടികൾ, കൊടിയ നിഷേധികൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ രണ്ട് വാക്കായി. അതിന് പകരം ഖുർആൻ ഉപയോഗിച്ച അൽ കഫറത്ത് എന്ന ഒരു വാക്കാണ്, അൽ ഫജറത്ത് എന്ന ഒരു വാക്കാണ്. പക്ഷെ ഇതിന് രണ്ടിന് എന്തുണ്ട്? തീവ്രത കൂടുതലാണ്. ഓക്കെ, അത് എളുപ്പമുള്ള രണ്ട് വാക്ക് ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി അറിയാത്ത വാക്കാണ് യുഗനീഹി പറഞ്ഞു. യുഗനീഹി എന്ന് പറഞ്ഞാൽ അഗ്നാ യുഗനി, മതിയായി അല്ലെങ്കിൽ മതിയായി എന്നും അർത്ഥമുണ്ട്. ഇനഫ്, ഇനഫ്. നമ്മൾ ചോറ് തിന്നപ്പോ മതിയായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചോറ് തിന്നിട്ട് വേണ്ടത്ര ആയി, ആഹാരം കഴിച്ച് വേണ്ടത്ര ആയി എന്നർത്ഥം. പര്യാപ്തമായി എന്ന അർത്ഥത്തിലാണ് മതിയായി എന്നുള്ളത്. അപ്പോ ഇതിന് അന്നേ ദിവസം, ഈ ഓടുന്ന ദിവസം, വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും സഹധർമ്മിണിയിൽ നിന്നും അഥവാ ജീവിത പങ്കാളിയിൽ നിന്നും മകനിൽ നിന്നും വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഒക്കെ ഓടി അകലുന്ന ദിവസം. ഇതിന് എല്ലാ ദിവസവും എല്ലാ ഓരോ മനുഷ്യനും അന്ന് എന്തുണ്ട്? ശഅനുണ്ട്. ശഅന് കാര്യം. ശഅന് എന്ന് പറഞ്ഞാൽ കാര്യം. എനിക്കൊരു കാര്യം ചെയ്യണ്ടെന്ന് പറയുമല്ലോ, ആ കാര്യം. അല്ല, ഒരു കാര്യം അങ്ങനെ എന്ന് പറയുന്നത്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. അപ്പൊ യൗമദിൻ ശഅനുൻ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കാര്യമുണ്ട്. യുഗ്നീഹി മതിയാകുന്നതായ എന്ന് പറഞ്ഞാൽ പണി, എനിക്ക് വേണ്ടത്ര പണിയുണ്ടെന്ന് പറയുമല്ലോ, അതേപോലെ എനിക്ക് വേണ്ടത്ര കാര്യങ്ങൾ ഉണ്ട്. യുഗ്നീഹി അവന് മതിയാകുന്നത്ര പണി ഉണ്ട്, അവന് വേണ്ടത്ര പണിയുണ്ട്. അവനെ എൻഗേജ് ആക്കുന്ന അത്രത്തോളം പണി അവന്, ഓരോ മനുഷ്യനും ഉണ്ട്. അവന് വാപ്പായെ നോക്കാൻ സമയമില്ല, ഉമ്മയെ നോക്കാൻ സമയമില്ല, ഭാര്യ വന്നാൽ തിരിഞ്ഞിക്കാൻ സമയമില്ല, മകൻ ഓടുന്നുണ്ട് അവനെ ശ്രദ്ധിക്കാൻ സമയമില്ല. എന്റെ കാര്യം നോക്കിയിട്ട് തീരുന്നില്ല എന്നർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യാണ്? രണ്ട് തരം മുഖങ്ങളുടെ കാര്യമാണ് പറയുന്നത്. രണ്ടു തരം മുഖങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ ഓടുന്ന മനുഷ്യന്മാര് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഓരോരുത്തരും വേണ്ടത്ര കാര്യം ചെയ്യാൻ വേണ്ടിയുണ്ട്. അവന് തന്റെ കാര്യം നോക്കാൻ വേണ്ടി തന്നെ സമയം തികയുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയാണുള്ളത്. എന്നിട്ട് രണ്ട് തരം മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരം വ്യക്തിത്വങ്ങൾ ഉണ്ട് അവിടെ എന്നർത്ഥം. അവിടെ ചെല്ലുമ്പോൾ രണ്ട് തരം മനുഷ്യന്മാരാണ് ഉണ്ടാകുന്നത്. ജൂഹ് എന്നതുകൊണ്ട് ആ വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്, ആ മുഖത്തിന്റെ പ്രത്യേക ഭാഗം മാത്രമല്ല. ഇതിന് അന്നേ ദിവസം ചില മുഖങ്ങളുണ്ട് എന്ന അർത്ഥത്തിൽ, ചില എന്ന അർത്ഥത്തിലാണ് വരുന്നത്. യൂഹുൻ യൗമഇദിൻ, ചില മുഖങ്ങളുണ്ട്. അന്ന് ചില മുഖങ്ങൾ മുസ്ഫിറത്തുൻ, എങ്ങനെയുള്ളതായിരിക്കും? അത് പ്രസന്നങ്ങളായിരിക്കും. പ്രസന്നമായതിനെയാണ് മുസ്ഫിറുൻ പറഞ്ഞാൽ പ്രസന്നമായത്. മുസ്ഫിറുൻ പ്രസന്നമായത്. ഉജൂഹ് സ്ത്രീ ബഹുവചനമായത് കൊണ്ട് മുസ്ഫിറത്തുൻ എന്ന സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യൂഹിൻ യൗമൈദിൻ മുസ്ഫിറത്തുൻ. അപ്പോ ഒരു വാക്ക് ഷഅനുൻ പുതിയത്, രണ്ടാമത്തെ വാക്ക് മുസ്ഫിറുൻ പ്രസന്നം, പ്രസന്നമായത്. ഇതാണ്. പിന്നെന്താണത്? ലാഹിഖത്തുൻ ചിരിക്കുന്നതുമാണ്. പുഞ്ചിരി തൂകുന്ന മുഖങ്ങളായിരിക്കും അത്. ഒരു വിഭാഗം ആൾക്കാര്
പുഞ്ചിരി തൂകിക്കൊണ്ടാണ് അവിടെ വരുന്നത്. അവരുടെ മുഖങ്ങൾ എന്താണ്? സന്തോഷം കൊണ്ട് പ്രസന്നമായിരിക്കും. പിന്നെന്താണ്? മുസ്തബിഷിറത്തുൻ. മുസ്തബിഷിറത്തുൻ സന്തോഷിക്കുന്നത്. മുസ്തബിഷിറുൻ എന്ന് പറഞ്ഞാൽ സന്തോഷം, അല്ലെ, സന്തോഷം കൊള്ളുന്നത്. മുസ്തബിഷിറുൻ. ഇസ്തബിഷറ സന്തോഷവാനായി. മുസ്തബിഷിർ സന്തോഷം, അല്ലെ, സന്തോഷിക്കുന്നവൻ. മുസ്തബിഷിറുൻ അതിന്റെ സ്ത്രീലിംഗമാണ് മുസ്തബിഷിറത്തുൻ. ഉജൂഹ് ബഹുവചനമായതുകൊണ്ട് അതിനെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. മുസ്തബിഷിറത്തുൻ അതുകൊണ്ടാണ് സന്തോഷിക്കുന്നവ എന്ന് കൊടുത്തിരിക്കുന്നത്. നേരത്തെ അപ്പൊ പറഞ്ഞ മുസ്തബ്ഷിറ ഏകവചനം. എന്താണ്? മുസ്തബ്ഷിറ ഏകവചനം. മുസ്തബിഷിറുൻ. മുസ്തബിഷിറുൻ അതിന്റെ പുല്ലിംഗ ഏകവചനം. മുസ്തബിഷിറത്തുൻ സ്ത്രീലിംഗ ഏകവചനം. സ്ത്രീലിംഗ ഏകവചനം. ഇസ്തബിഷറ സന്തോഷവാനായി. അസ്തബിഷിറു ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി സൂറത്തു തൗബ. ഇസ്തബിഷിറു നിങ്ങൾ സന്തോഷവാന്മാരായിക്കൊള്ളൂ. ബഷറല്ലേ? ബഷർ അല്ല. ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ബഷർ മനുഷ്യൻ ഖുർആനിലുണ്ട്. സൂറത്ത് ഫുർഖാൻ, സൂറത്ത് യൂസുഫിലുണ്ട്. കർത്താവും കർമ്മവും ഒക്കെയാണ് കർത്താവ് കർമ്മോ ആണ് തോന്നിപ്പോയി. അങ്ങനെ തോന്നരുത്. ഇസ്തബിഷറ എന്ന വാക്ക് കിട്ടിയാൽ എന്ത് ചെയ്യണം? ഇസ്തഗ്ഫറ ഗ്രൂപ്പ് ആക്കണം, ആയിട്ടെടുക്കണം, പരിഗണിക്കണം. അപ്പൊ എന്തായി? മുസ്തബിഷിറുൻ. ഇസ്തബിഷറ സന്തോഷവാനായി. മുസ്തബിഷിറുൻ സന്തോഷിക്കുന്നവൻ, സന്തോഷവാൻ. അതിന്റെ കർത്താവാണ്. ഇസ്തബിഷറയുടെ കർത്താവാണ്. പിന്നെ ബഷർ അങ്ങനെ വരും. അറിയില്ല, അങ്ങനെ തോന്നിയതാ. തോന്നുന്നതിന്റെ കാരണം ഇതാണ്. ഖുർആൻ വായിക്കുമ്പോ വായിക്കേണ്ട രീതി വായിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇത്. കാരണം ഇപ്പൊ പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഖുർആന്റെ ആശയ പഠനത്തിൽ നിന്നും ജനങ്ങളെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമങ്ങളാണ്. മനപ്പാടത്തിന്റെ കുത്തൊഴുക്ക് കാണാം. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 1000 രൂപ അടച്ച ആളാ, 4 മാസത്തെ കോഴ്സിന് വേണ്ടി 1000 രൂപ അടച്ച ആളാണ്. എനിക്ക് പൈസയും തിരിച്ചു വേണ്ട, പക്ഷെ എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തണം, ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചേർന്നോളാം. തജ്വീദ് പഠിച്ചു തീരുന്നില്ല. പിന്നെ 1 മണിക്കൂർ ഞാൻ പ്രസംഗിക്കേണ്ടി വന്നു. തജ്വീദ് പഠിക്കലല്ല ഖുർആൻ അവതരണത്തിന്റെ ലക്ഷ്യം. ഖുർആൻ അവതരിച്ചതിന്റെ ലക്ഷ്യം നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കാതെ മരിച്ചുപോയാൽ കുറ്റക്കാരിയാകുമോ? തജ്വീദ് പഠിക്കാതെ മരിച്ചു പോയാൽ കുറ്റക്കാരിയാകുമോ? ഏതിലാണ് കുറ്റക്കാരിയാകുന്നത്? ആശയം മനസ്സിലാക്കാതെ മരിച്ചാലാണോ? ഖുർആനിലെ തജ്വീദ് പഠിക്കാതെ മരിച്ചാലാണോ? ഫസ്റ്റ് ആശയമല്ല മനസ്സിലാക്കണ്ടേ? ആദ്യം ആശയമാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീടാണ് അത്. ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ഇതിങ്ങനെ എങ്ങനെ കൃത്യമായി പാരായണം ചെയ്യണം എന്നതിന് ഉള്ള ഗവേഷണം നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് തജ്വീദ് നിയമങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. ആശയം പണ്ടേ ഉണ്ട്, ഈ ആശയം പഠിക്കണം. ഓക്കെ. മുസ്തബിഷിറത്തുൻ വൗജൂഹുൻ യൗമഇദിൻ അലൈഹാ ഗബറത്തുൻ. ഗബറത്തുൻ ഹുബാറുൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പൊടിപടലം. ഹുബാർ പൊടി. നേരത്തെ പറഞ്ഞ പോലെ കഫറത്തിൻ എന്ന് പറഞ്ഞ പോലെ ഖബറത്തിനൊന്നും പറയാം. പൊടിപടലത്തിന്. പൊടികൾ തിരുവനന്തപുരത്തൊക്കെ വെള്ളങ്ങൾ കുടിക്കുമല്ലോ, അതേപോലെ പൊടികളും ഉണ്ടാവും. അങ്ങനെ ഖബറത്തുൻ, ഹുബാറുൻ. ഹുബാർ എന്ന് പറഞ്ഞാലും ഖബറത്തിൻ എന്ന് പറഞ്ഞാലും പൊടിപടലം. വൗജൂഹുൻ യൗമഇദിൻ രണ്ടാമത്തെ വിഭാഗം ആൾക്കാര്, അവരുടെ മുഖങ്ങൾ അലിഹ അതിന്റെ മുകളിൽ ഉണ്ടാകും. അപ്പൊ അലിഹ എന്ന് സ്ത്രീലിംഗം ഉപയോഗിച്ച ഏതിനെ കുറിച്ചാണ്? അലിഹ എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചത് ഏതിന്റെ മേലാണ്? അലിഹ എന്ന് പറഞ്ഞാൽ
ഖബറത്തിന്റെ ഖബറത്തിന്റെ മേലാണ്, മുസ്തബിശിറത്തുൻ. മുസ്തബിഷറത്തിന്റെ മേലാണ്. അലിഹ സർവനാമം തൊട്ട് മുമ്പുള്ള ഉചിതമായ നാമത്തിലേക്കാണ് മടക്കേണ്ടത്. ഒരു സർവനാമം കിട്ടിയാൽ അതിന് തൊട്ട് മുമ്പുള്ള ഉചിതമായ നാമത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അലിഹയിലുള്ള ഹിയ എങ്ങോട്ടാ പോകുന്നത്? നേരെ ഉജൂഹുൻ മുന്നോട്ട് പോയാൽ ഉജൂഹുനാണോ? ഉജൂഹിലേക്കാണ് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പോവുള്ളൂ. മുസ്തബിഷറത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഉജൂഹുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ മുസ്തബിഷറിലേക്ക് പോകേണ്ടുള്ളൂ. അലിഹ എന്ന് പറഞ്ഞാൽ അല തിൽക്കൽ ഉജൂഹ്, ആ മുഖങ്ങളുടെ മേൽ, ആ മുഖങ്ങളുടെ മേൽ എന്തുണ്ട്? ഖബറത്തിൽ പൊടിപടലങ്ങളുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിന്റെ മുഖങ്ങൾ കണ്ടാൽ പൊടിപടലം, പൊടി പറ്റിയതുപോലെ ഉണ്ട്. നേരത്തെ ഉള്ളത് പ്രസന്ന മനോഹരമായ പ്രസന്നവദനന്മാരായിരുന്നു. ഇവിടെയോ? ഇവിടെ പൊടി പുരണ്ടത് പോലെയാണ്, പൊടി പുരണ്ടത് പോലെയാണ് അവരുടെ മുഖങ്ങളുള്ളത്. അലിഹ ഖബറത്തിന് അവരുടെ മേൽ പൊടി ഉണ്ടായിരിക്കും. തർഹഖുഹ പുരണ്ടത് പോലെയാണ് എന്ന് പറയുന്നതിന് പകരമാണ്, അതിന്റെ തീവ്രത വർദ്ധിക്കുന്നതാണ്. അലിഹ ഖബറത്തിന് അവരുടെ മുഖങ്ങളുടെ മേൽ പൊടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. പൊടി പുരണ്ടത് പോലെ എന്ന് പറയുന്നതിന് അപ്പുറമുള്ള ഉപമയാണത്, അല്ലെങ്കിൽ ഉൾപ്രേക്ഷയാണ്. ഒന്നായിട്ടൊരു വികൃത രൂപമാവുന്നതായിരിക്കും. മുഖം വികൃതമായിരിക്കും. തർഹഖുഹ, റഹിഖ യർഹഖു ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. റഹിഖ യർഹഖു എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്തു. തർഹഖു ഹ, അവയെ ആവരണം ചെയ്തിരിക്കും. തർഹഖു എന്ന് പറഞ്ഞത് സ്ത്രീലിംഗ ക്രിയയാണ്. സ്ത്രീലിംഗ ക്രിയയിൽ ത ഉപയോഗിച്ച് സ്ത്രീലിംഗ ക്രിയ വന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കർത്താവ് ഏതായിരിക്കും? തർഹഖുഹയുടെ കർത്താവ് ശേഷം പറയുന്ന ഖത്തറത്തുനാണ് കേട്ടോ. പേര് വന്നാൽ അതിന്റെ ഫാമിലി അതിന് ശേഷം ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ അതൊരു ക്രിയയാണ് തർഹഖു എന്ന് പറഞ്ഞത്. അപ്പൊ ക്രിയ തർഹഖു എന്നത് ക്രിയ അല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. റഹിഖ യർഹഖു എന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ അത് ക്രിയയാണെന്ന്. റഹിഖ യർഹഖു ഏത് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും? സാമിയ യസ്മ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അപ്പൊ ഒരു ക്രിയയാണ്. തർഹഖുഹ, പിന്നെ ആ ക്രിയയുടെ അവസാനമാണ് സർവനാമം ചേർന്ന് വരുന്നത്. തർഹഖുഹ, ആ മുഖങ്ങളെ ആവരണം ചെയ്തിരിക്കും. കർമ്മാണോ? അതിന്റെ കർമ്മമാണ്. പിന്നെ ഖത്തറത്തുൻ എന്നതാണ് തർഹഖുവിന്റെ കർത്താവ്. തർഹഖു അതിനെ തർഹഖു പൊതിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ആവരണം ചെയ്തിരിക്കും. ആ മുഖങ്ങളെ എന്ത് ആവരണം ചെയ്തിരിക്കും? ഖത്തറത്തുൻ എന്ന് പറഞ്ഞാൽ കുറ്റിരുട്ട്. ഖത്തറത്തുൻ കട്ടയായ ഇരുട്ട്. മലയാളത്തിലുള്ള ഒരു വാക്കൊന്നും ഇതിൽ യോജിക്കൂല. ഇതൊക്കെ ഭയങ്കര സാഹിത്യങ്ങളാ. അതാണ് ഖുർആൻ വായിച്ച് പഠിക്കണം. പിന്നെ വീണ്ടും വീണ്ടും വായിക്കേണ്ടത് ഖുർആനാണ്. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇതേപോലെ വലന്ന് നിൽക്കണം. കഫറത്തുൻ എന്ന് പറഞ്ഞ കാഫിറൂനെ അല്ല, മറിച്ച് കുഫറിന്റെ തീവ്രതയുള്ള ആൾക്കാരെ കുറിച്ചാണ് കഫറത്തുൻ എന്ന് പറയുന്നത്. അതേപോലെ ഫജറത്തുൻ എന്ന് പറഞ്ഞത് ഫജറ യഫ്ജുറു, തെമാടിത്തരം ചെയ്തു. അതിന്റെ തീവ്രതയുള്ള ബഹുവചന രൂപമാണ് ഫജറത്തുൻ. അതേപോലെ ഖത്തറത്തുൻ എന്ന് പറഞ്ഞാല് വെറും ഇരുട്ടല്ല, മറിച്ച് എന്താണ്? കുറ്റാക്കൂരിരുട്ട്. അപ്പൊ ഈ മുഖം വിവർണമാകുന്നു എന്ന് പറഞ്ഞതിന് മിസലയോ കായോ അതുപോലെ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ പൊടി മുഖത്തിനെയാണ് ഇരുട്ട് എന്നുള്ള ഉദ്ദേശം. അതെ, ഇരുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് മുഖത്തിനെ അല്ല. മുഖത്ത് ഇരുട്ട് മൂടിയിരിക്കും. മുഖത്ത് ഇരുട്ട് മൂടിയിരിക്കും എന്ന് പറഞ്ഞാൽ മുഖം വിവർണമായിരിക്കും, ഇരുണ്ടിരിക്കും. ചില ആൾക്കാരെ കണ്ടപ്പോ നമ്മൾ ചോദിക്കില്ലേ, നിന്റെ മുഖത്ത് എന്താണ് കടന്നൽ വൃത്തിയെന്ന് ചോദിക്കില്ലേ? പിന്നെ ചെലപ്പോ അങ്ങനെ തെറ്റിയൊക്കെ നിൽക്കുമ്പോ അങ്ങനെ. അപ്പൊ എന്നെ കണ്ടപ്പോ ഒരു ദിവസം ഒരാൾ ചോദിച്ചു, പിന്നെ അവന്റെ വാപ്പ മരിച്ചവരെ ഉണ്ടല്ലോ ഒന്ന്.
ഞാനൊരു ഷോപ്പിൽ ഗൾഫിൽ വെച്ചൊരു ഷോപ്പിൽ ചെന്ന് കയറിയപ്പോ അവന്റെ മുഖം എന്താ അവന്റെ വാപ്പ മരിച്ചു പോലെ ഇരിക്കുന്നല്ലോ എന്ന് ചോദിച്ചു. അവൻ അറബിയിലാ മറ്റേ ആളിനോട് പറഞ്ഞത്. അവൻ വിചാരിച്ച് എനിക്ക് അറബി മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ ഞാൻ എന്റെ സഹോദരന്റെ മയ്യത്ത് മറമാടിയിട്ട് വന്ന ദിവസമായിരുന്നു അത്. ആ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അപ്പൊ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖം കണ്ടാൽ അറിയുമല്ലോ. ദുഃഖം തളം കെട്ടിട്ട് ഇരുട്ടായി അതാണ് അങ്ങനെ ദുഃഖം തളം കെട്ടിട്ട് ഇരുട്ടായതാണ് ഖത്തറ എന്ന് പറഞ്ഞത്. കുറ്റാ കൂരിട്ട് മൂടിയിരിക്കും. ഇതെല്ലാം സാഹിത്യത്തിന്റെ തീവ്രമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇരുട്ട് മൂടിയത് പോലെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവന്റെ മുഖം ഇരുണ്ടിരിക്കും, ഇരുട്ടായിരിക്കും. ഇരുട്ട് അവന്റെ മുഖത്തെ ആവരണം ചെയ്തിരിക്കും. അവന്റെ മുഖത്ത് പൊടി പറ്റിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞാ തുളച്ചു കളയുന്ന പൊടിയല്ല, പൊടി പറ്റിയത് പോലെ തീവ്രമായിട്ടിരിക്കും. കാരണം എന്താണ്? അവര് ചെയ്ത തിന്മയുടെ കാരണമായി. ഉലായിക്ക അവരാണ്, ഹോം തന്നെയാണ്, അവർ തന്നെയാണ്. ഉലായിക്ക അവർ, ഹോം അവർ തന്നെയാണ്. അൽ കഫറത്തു സത്യനിഷേധികൾ, അൽ ഫജറത്തു തെമ്മാടികളായ. മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവിടെ ഖബറത്തുൻ അവരുടെ മേൽ പൊടിപടലമുണ്ട്, അവരുടെ മുഖങ്ങളിൽ പൊടിപടലമുണ്ട്. ആ മുഖത്തെ ഇരുട്ട് ആവരണം ചെയ്തിരിക്കും എന്ന് പറഞ്ഞത് അല്ല. പൊടി പുരണ്ടത് പോലെ എന്നോ മുഖത്ത് ഇരുട്ട് ബാധിച്ചത് പോലെയോ എന്നല്ല പറഞ്ഞത്. മറിച്ചെന്താണ്? പൊടി പടലം പരണ്ടിട്ടുണ്ടാകും, ഉറ്റ കൂരിട്ടായിരിക്കും അവരുടെ മുഖങ്ങൾ. കാരണം എന്താ? ഉലായിക്ക അവർ, ഹോം അവർ തന്നെയാണ്. അൽ കഫറത്തു സത്യനിഷേധികൾ, അൽ ഫജറത്തു കൂട്ടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ പ്രസന്നവതരായ വെള്ളക്കൂട്ടത്തിൽ അല്ല നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോ ഇതിൽ പറഞ്ഞ വാക്കുകള് കുറെ ആള് ഖുർആൻ ഇതേപോലെ വായിക്കാത്തതുകൊണ്ട് ടച്ച് പോയത് മനസ്സിലായല്ലോ. തീരെ ശ്രദ്ധിക്കാൻ. ഓക്കെ, ലാഹിക്കത്തിന്റെ ഫേല് മാതി പറയും. മുസ്തബിശറത്തിന്റെ മുലാരി അല്ല മാളി ഇസ്തബിശറ. തർഹഖുവിന്റെ മാളി വേറെ ആരും ഇല്ലേ? ആരും ഒച്ച വെക്കില്ലല്ലോ, എല്ലാരും ഇവിടെ പോയി. ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ. ആരും ഒരു അനക്കും കേക്കില്ലല്ലോ. ഓക്കെ, ലികുല്ലിംരിഇൻ അവസാനത്തിൽ നമ്മളെ വാക്ക് പറയും. ഇമ്രിഇന്റെ അവസാനത്തിൽ നമ്മൊന്ന് എങ്ങനെ പറയണം? ഇമ്രിഇന്റെ അവസാനത്തിൽ ലമ്മ വന്നാൽ എങ്ങനെ പറയണമെന്ന് മാത്രം പറഞ്ഞാൽ. അപ്പൊ അതെങ്ങനെ പെണ്ണായത്? ഇമ്രഉൻ അവസാനം ലമ്മ വന്നാൽ റാൻ ലമ്മ കൊടുക്കണം. അവസാനം ഫത്തഹ വന്നാൽ എന്ത് ചെയ്യണം? ഇമ്രഅൻ. ഫത്തഹ വരുമ്പോഴത്തേക്ക് തൻവീൻ വന്നാൽ ഇമ്രഉൻ എന്ന് പറയുമ്പോ തൻവീൻ വന്നു, ലമ്മ തൻവീൻ വന്നു. ഇമ്രഅൻ എന്ന് പറയുമ്പോൾ ഫത്തഹ തൻവീൻ വന്നു. കസ്റ തൻവീൻ വരുമ്പോ എന്ത് ചെയ്യണം? ഇംരിഇൻ. യുഗ്നിഹിയുടെ മാളി നേരത്തെ വന്നു. ഷഅനിന്റെ അർത്ഥം എന്താണ്? കാര്യം. എല്ലാരും ഉണ്ട്, എല്ലാരും അവരവരുടെ കാര്യത്തിന് വേണ്ടി പോയതാണോ? ആരും ഉണ്ടില്ല. റഫിയത്തൊക്കെ അതിന്റെ മുന്നേ സംസാരിച്ചിന്. ഇപ്പൊ ഒന്നും ഒരനക്കും കേൾക്കില്ല. നമ്മളെ സമയം തീർന്നു. 9:30 വരെയാണ് സമയം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്ത് പറഞ്ഞു? ആഴ്ച പറഞ്ഞു. ആഴ്ച പറഞ്ഞാല് അടുത്തത് അഹബ്ബ. അഹബ്ബ. ഓക്കെ,
അഹബ്ബ വരുമ്പോഴത്തേക്ക് എന്തായി? കഴിഞ്ഞ പ്രാവശ്യം അടുത്തോ അഹബ്ബടെ പ്രാവശ്യം ഓക്കെ. അഹബ്ബ അഹബ്ബ എന്താ അർത്ഥം? ഇഷ്ടം, സ്നേഹം, സ്നേഹവും ഇഷ്ടമല്ല. അഹബ്ബ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. 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 ഉം. സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. യഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹി. സത്യനിഷേധികൾ എന്ത് ചെയ്യുന്നു? അവര് അള്ളാഹ് അല്ലാത്തവരെ അള്ളാഹെ ഇഷ്ടപ്പെടുന്ന പോലെ ഇഷ്ടപ്പെടുന്നു. സത്യവിശ്വാസികളാണെങ്കിൽ എന്ത് ചെയ്യണം? അശദ്ദു ഹുബ്ബൻ ലില്ലാഹി, അള്ളാഹയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത്. അപ്പൊ അഹബ്ബ ഇഷ്ടപ്പെട്ടു. അഹബ്ബ അഹബ്ബു അഹ്ബബ്ത. അപ്പൊ എന്ത് ചെയ്യണം? ശ്രദ്ധ അഴിക്കും. അഹബ്ബ അഹബ്ബു അഹ്ബബ്ത അഹ്ബബ്തും അഹ്ബബ്തു അഹ്ബബ്ന. അഹബ്ബ യുഹിബ്ബു യുഹിബ്ബു യുഹിബ്ബൂന തുഹിബ്ബു തുഹിബ്ബൂന ഉഹിബ്ബു നുഹിബ്ബു. ഇവിടെ കൽപ്പന വരുമ്പോൾ ശ്രദ്ധ അഴിച്ചിട്ടും പറയാം, ശ്രദ്ധ അഴിക്കാതെയും പറയാം. ഇവിടെ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ശ്രദ്ധ എല്ലാത്തിനും ശ്രദ്ധ വരുന്നതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. ഇപ്പൊ എളുപ്പമായിരിക്കും. അഹിബ്ബ എന്നാണ് ശ്രദ്ധ കൊടുത്ത് വരുമ്പോഴത്തേക്ക് കൽപ്പന വരുന്നത്. അഹിബ്ബ. ശ്രദ്ധയില്ലാതെ എങ്ങനെ പറയാം? ശ്രദ്ധയില്ലാതെ പറഞ്ഞ അഹിബിബ് എന്ന് പറയും. അഹ്ബിബ് എന്നാണെങ്കിൽ അഹ്ബിബു എന്നും പറയാം. ലാ തുഹ്ബിബ് ലാ തുഹ്ബിബു എന്നും പറയാം. നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. അഹിബ്ബ അഹിബ്ബു ലാ തുഹിബ്ബ ലാ തുഹിബ്ബു. മുഹിബ്ബുൻ ഇഷ്ടപ്പെടുന്നവൻ. മുഹിബ്ബുൻ ഇഷ്ടപ്പെടുന്നവൻ. മുഹബ്ബുൻ അവസാനത്തിന് മുമ്പ് കസ്ർ കൊടുത്താൽ കർത്താവായി. അവസാനത്തിന് മുമ്പ് 10 കൊടുത്താൽ കർമ്മമായി, കർമ്മനാമമായി. അപ്പൊ അവിടെ ശ്രദ്ധയുള്ളയിടത്ത് നമുക്ക് അവസാനത്തെ അക്ഷരം യഥാർത്ഥ ഷദ്ദിന്റെ കൂടെ പോയി. അപ്പോഴും ഇവിടെ നമുക്ക് ഒരക്ഷരത്തിന് മുമ്പ് ഷദ്ദ് കസ്ര കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടാ. മുഹിബ്ബുൻ മുഹബ്ബുൻ. മുഹിബ്ബുൻ ഇഷ്ടപ്പെടുന്നവൻ. മുഹബ്ബുൻ ഇഷ്ടം ലഭിച്ചവൻ. ഇഷ്ടപ്പെടപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം ലഭിച്ചവൻ. മുഹിബ്ബുൻ എന്ന് പറഞ്ഞാൽ അന മുഹിബ്ബുൻ, ഞാൻ ഇഷ്ടപ്പെട്ടവനാണ്, ഞാൻ ഇഷ്ടപ്പെട്ടവനാണ്. ഞാൻ അള്ളാഹെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അന മുഹിബ്ബുൻ ലില്ലാഹി, ഞാൻ അള്ളാഹെ ഇഷ്ടപ്പെടുന്നവനാണ്. മുഹബ്ബുൻ എന്ന് പറഞ്ഞാലോ അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായി? മുഹബ്ബുൻ, ഞാൻ ഇഷ്ടം ലഭിച്ചവനാണ്. ഇഹ്ബാബുൻ, അപ്പോ ശ്രദ്ധ അഴിച്ചിട്ടാണ് ഇഹ്ബാബുൻ പറയുന്നത്. ഇഹ്ബാബുൻ സ്നേഹിക്കൽ, ഇഷ്ടപ്പെടൽ. അഹബ്ബത്ത് അവൾ സ്നേഹിച്ചു. തുഹിബ്ബു അവൾ സ്നേഹിക്കുന്നു. ഓക്കെ, ആർക്ക് പറയാം? അഹബ്ബ അഹബ്ബു അഹ്ബബ്ത അഹ്ബബ്ത അഹ്ബബ്തും അഹ്ബബ്തു അഹ്ബബ്ന. യുഹിബ്ബു യുഹിബ്ബൂന തുഹിബ്ബു തുഹിബ്ബൂന ഉഹിബ്ബു നുഹിബ്ബു. അഹബ്ബ അഹബ്ബു അഹിബ്ബ 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 അഹിബ്ബു ലാ തുഹിബ്ബ ലാ തുഹിബ്ബു തുഹിബ്. അഹിബ്ബ അഹിബ്ബു ലാ തുഹിബ്ബ ലാ തുഹിബ്ബു. മുഹിബ്ബുൻ മുഹബ്ബു ഇഹ്ബാബുൻ. ഹിയ അഹബ്ബത് ഹിയ ഹിയ ഹബ്ബത് ഹിയ തുഹിബ്ബു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഇനി ആരുണ്ട്? അഹബ്ബ അഹബ്ബു അഹ്ബബ്ത അഹ്ബബ്തും
അഹ്ബബ്ത തൽക്കാലത്താക്കി പറയേ, പൊട്ടിച്ചു പറയും. അഹ്ബബ്ത അഹ്ബബ്തും. അഹ്ബബ്തു അഹ്ബബ്ന. യുഹിബ്ബു യുഹിബ്ബൂന. തുഹിബ്ബു തുഹിബ്ബൂന. ഉഹിബ്ബു നുഹിബ്ബു. അഹിബ്ബ അഹിബ്ബു. ലാ തുഹിബ്ബ ലാ തുഹിബ്ബു. മുഹിബ്ബുൻ മുഹബ്ബുൻ ഇഹ്ബാബുൻ. ഹിയ അഹ്ബബത്ത് ഹിയ അഹ്ബബ്ത അല്ല, ഹിയ അഹബ്ബത്ത്. കാരണം മാളിയിലെ പൂർണ്ണക്രിയയുടെ ഒന്നാമത്തെ രൂപം എന്താണോ അതിന്റെ കൂടെ താ ചേർത്ത സ്ത്രീലിംഗത്തിന്റെ ഒന്നാമത്തെ രൂപമായി. അവൻ ഇഷ്ടപ്പെട്ടു. ഹിയ അഹബ്ബത്ത്, അവൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ ഹിയ അഹബ്ബത്ത് ഹിയ തുഹിബ്ബു. ഹിയ തുഹിബ്ബു. ഓക്കെ, ഇത് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇടണം എല്ലാവരും. നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله. وعليكم السلام وعليكم السلام ورحمة الله وبركاته.